Hi all, welcome back. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സ്റ്റാൻഡേർഡ് കേസസ് കണ്ടു, ഒരു കാന്റിലിവർ പ്രോബ്ലം നമ്മൾ ചെയ്തു. ഇങ്ങനെയുള്ള 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കൂടുതൽ പ്രോബ്ലം ചെയ്തിട്ട് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യും. So let us start today's session. We will be doing 2 different problems in today's class. So ആദ്യത്തെ പ്രോബ്ലം ഇതാണ്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ സ്പാൻ 8 മീറ്റർ ആണ്. It has a UDL which is 10 kilonewton per meter. ആ യു ഡി എല്ലിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. അത് റൈറ്റ് സപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് പറയുന്നുണ്ട്. 2 പോയിന്റ് ലോഡ്സ് ഉണ്ട്, ഒന്ന് 80 കിലോ ന്യൂട്ടണും ഒന്ന് 20 കിലോ ന്യൂട്ടണും. അത് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഡ്രോ SFD ആൻഡ് BMD ഫോർ ദി ബീം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ബീം വരയ്ക്കണം അല്ലേ. സോ ഫസ്റ്റ് യു ഹാവ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. ലെറ്റ്സ് സീ, യു ഹാവ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിച്ച് ഈസ് ഹാവിംഗ് സ്പാൻ 8 മീറ്റർ. ആൻഡ് ദ ഫസ്റ്റ് ലോഡ് ഈസ് എ UDL വിച്ച് ഈസ് 10 കിലോ ന്യൂട്ടൺ മീറ്റർ of 4 meter length. So 10 kilonewton meter ഉള്ള 4 meter length ഉള്ള ഒരു UDL ഉണ്ട്. It is acting from the right support. ഇതാണ് നമ്മുടെ റൈറ്റ് സപ്പോർട്ട് അല്ലേ. അവിടെ നിന്ന് 4 meter നീളത്തിൽ ഒരു 10 kilonewton per meter UDL ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി പറയുന്ന 2 പോയിന്റ് ലോഡ്സ് ഉണ്ട്. ഒന്ന് 30 kilonewton ആണ്, ഒന്ന് 20 kilonewton ആണ്. Each are acting at 2 meter and 4 meter from the support. ഏത് സപ്പോർട്ട്? ലെഫ്റ്റ് സപ്പോർട്ട്. സോ ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് 2 മീറ്റർ മാറി ഒരു 30 കിലോ ന്യൂട്ടൺ ഉണ്ട്. അതുപോലെ ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് 4 മീറ്റർ മാറി വേറൊരു 20 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ബീം. ബീമിന്റെ മുകളിലെ ലോഡ്സ് ഇങ്ങനെയാണ്. വി ഹാവ് ടു ഫൈൻഡ് ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. സോ കാന്റിലിവറിൽ നിന്ന് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആകുമ്പോൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കാന്റിലിവറിൽ നമുക്ക് റിയാക്ഷൻ ഇല്ലാതെ തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മൾ ആദ്യം തന്നെ എന്ത് വേണം? റിയാക്ഷൻ കണ്ടുപിടിക്കണം. സോ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ്, 2 സൈഡിൽ സപ്പോർട്ട് ഉണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ റിയാക്ഷൻസ്. സോ എങ്ങനെ റിയാക്ഷൻ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്കറിയാം, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സോ വി ഹാവ് ഫസ്റ്റ് കണ്ടീഷൻ സിഗ്മ വി ഈസ് ഈക്വൽ ടു 0. സിഗ്മ വി എന്ന് പറഞ്ഞാൽ RA പ്ലസ് RB മൈനസ് 30 മൈനസ് 20 minus 10 into 4. You know the reasons. Now if you substitute, you will get RA plus RB is equal to 90. That is your first condition. Second condition എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പോയിന്റ് എടുക്കുന്നു, അങ്ങോട്ടുള്ള മൊമെന്റ് എടുക്കുന്നു. So sigma MB is equal to 0. So you will get RA into 8. Again, that is clockwise. Then 30 into 4 plus 2, 6. 20 into 4. 10 into 4 into 4 by 2. You know the reasons. So you will get the answer RA as 42.5 kilonewton. So you got RA, you can substitute in this equation, you will get RB is equal to 47.5 kilonewton. So you have your RA as 42.5, you have your RB as 47.5 kilonewton. അപ്പോൾ നമുക്ക് റിയാക്ഷൻ കിട്ടി. ഇനി നമുക്ക് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും കണ്ടുപിടിക്കാൻ തുടങ്ങാം. സോ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്? ഓരോ പാർട്ടായിട്ട് നമ്മൾ ഈ ബീമിനെ മാറ്റണം അല്ലേ. സോ നമ്മൾ AC, CD, DB അങ്ങനെ 3 പോർഷൻസ് ആയിട്ടാണ് ഈ ബീമിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഓരോ പോർഷൻസിലെയും ഓരോ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യും. എന്നിട്ട് A എന്ന് പറഞ്ഞ പോയിന്റിൽ, C എന്ന് പറഞ്ഞ പോയിന്റിൽ, D എന്ന് പറഞ്ഞ പോയിന്റിൽ, B എന്ന് പറഞ്ഞ പോയിന്റിലെ ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും നമ്മൾ കണ്ടുപിടിക്കും. ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ കാന്റിലിവർ പ്രോബ്ലം ചെയ്ത് സെയിം മെത്തഡോളജിയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് പോർഷൻ AC അല്ലേ. So we are taking portion AC. So portion AC consider ചെയ്യുമ്പോൾ we will consider a section named 1. So സെക്ഷന്റെ പേര് 1 ആണ്. ആ 1 എന്ന് പറഞ്ഞ സെക്ഷനിൽ എക്സ് ആക്ട് ചെയ്യുമ്പോഴുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ എഴുതുക. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ ഈ ലെഫ്റ്റ് എൻഡിൽ നിന്ന് പോകുന്ന ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക. ഈ എക്സ് ഡിസ്റ്റൻസ് എൻ്റെയും സിൻ്റെയും ഇടയ്ക്കാണെങ്കിൽ, ഓർക്കുക എൻ്റെയും സിൻ്റെയും ഇടയ്ക്ക് മാത്രമാണെങ്കിൽ എന്തായിരിക്കും ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. So our first section is 1, which is in between A and C at a distance x from the left support. Okay, left support എന്ന് പറഞ്ഞാൽ A എന്ന് പറഞ്ഞ സപ്പോർട്ട് ചെയ്യുന്ന x ഡിസ്റ്റൻസിനാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ ആക്ട് ചെയ്യുന്നു. So let us first find out what is a shear force. Shear force is nothing but the resultant force that is acting to any of the sides അല്ലെ, either to the left or right of the section considering that side alone അല്ലെ. അപ്പൊ നമ്മൾ ഈ സെക്ഷൻ ഇവിടെ എടുത്തു, അതിന്റെ റൈറ്റ് സൈഡ് മൊത്തത്തിൽ മറിച്ച് കളയുന്നു അല്ലെ, ഇത്രയും ഭാഗം മറിച്ച് കളയുന്നു. നമുക്ക് ബാക്കി എന്തുണ്ട്? ഒരു 42.5 എന്ന് പറഞ്ഞൊരു ലോഡ് മുകളിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഷിയർ ഫോഴ്സ് ദിസ് എക്സ് എത്രയാ? ഈ 42.5 മാത്രം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മറന്നു കളഞ്ഞു.
നമുക്കിപ്പോൾ ഇത്രയും പോർഷനേ ഉള്ളൂ. സോ വാട്ട് ഈസ് യുവർ ഷിയർ ഫോഴ്സ്? 42.5 kilonewton അല്ലേ? ഇത് സൈൻ വേണം. ഇനി ഇതെന്തായിരിക്കും ആക്ട് ചെയ്യുക? 42.5 kilonewton അപ്വേർഡ് ആക്ട് ചെയ്യുന്നു. ഇപ്പുറത്ത് ഫോഴ്സ് ഒന്നുമില്ല. ദാറ്റ് മീൻസ് ലെഫ്റ്റ് സൈഡ് ഈസ് ഗോയിങ് അപ്പ് അല്ലെ? ഈ സെക്ഷൻ വെച്ച് നോക്കിയാൽ ഇപ്പുറത്ത് മാത്രം ഫോഴ്സ് ഉണ്ട്, അപ്പുറത്ത് മാത്രം ഫോഴ്സ് ഇല്ല. ഇപ്പുറത്തെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന മുകളിലോട്ടാണ്. ദാറ്റ് മീൻസ് our left hand side is going up. That means right side is going down. Right side going down means positive shear. So shear പോസിറ്റീവ് ആണ്. ഇനി നമുക്ക് എ എന്ന് പറഞ്ഞ പോയിന്റിലും സി എന്ന് പറഞ്ഞ പോയിന്റിലും ഷിയർ ഫോഴ്സ് വേണം. നമുക്കറിയാം ഇത് 42.5 എന്ന ലോഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടുന്ന് ഏത് പോയിന്റ് എടുത്താലും എത്രയായിരിക്കും ഷിയർ ഫോഴ്സ്? 42.5 തന്നെയായിരിക്കും. എക്സ് വെച്ച് ഈ ലോഡിന് അല്ലെങ്കിൽ ഷിയർ ഫോഴ്സിന് ഒരു ചേഞ്ചും വരുന്നില്ല. സോ ഷിയർ ഫോഴ്സ് ഈസ് സെയിം ത്രൂ ഔട്ട് ദിസ് സ്പാൻ. നമുക്കറിയാം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഷിയർ ഫോഴ്സ് അറ്റ് എ എന്ന് പറഞ്ഞാൽ എന്താ? വെൻ എക്സ് ഈസ് ഈക്വൽ ടു 0 അല്ലെ? എക്സ് 0 ആകുമ്പോഴാണ് ഷിയർ ഫോഴ്സ്, സോറി പോയിന്റ് എ നമ്മൾ പറയാ. പോയിന്റ് എയിൽ നമുക്കറിയാം ഈ ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഷിയർ ഫോഴ്സ് ഇസ് കോൺസ്റ്റന്റ്. സോ ദ വാല്യൂ ഈസ് 42.5 kilonewton. നൗ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് സി. സോ ഷിയർ ഫോഴ്സ് അറ്റ് സി എന്ന് പറഞ്ഞാൽ എക്സ് ബിക്കംസ് 2 അല്ലെ? ഷിയർ ഫോഴ്സ് അറ്റ് സി ഈസ് നത്തിങ് ബട്ട് x is equal to 2. Again, we don't have any x in this equation. So we will have the same value for shear force, 42.5 kilonewton. So A to C, shear force is same, 42.5, which is a positive shear. നമുക്കൊന്ന് പ്ലോട്ട് ചെയ്യാം. ഞാൻ എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ബേസ് ലൈൻ വരയ്ക്കുന്നു. The first at point A, the shear force is 42.5 kilonewton, which is positive. അത് നമ്മൾ വരച്ചു അല്ലേ? അത് കഴിഞ്ഞ് ഷിയർ ഫോഴ്സ് ഇങ്ങനെ നീങ്ങി എക്സ് നീങ്ങി സി എത്തിയാലും ഷിയർ ഫോഴ്സ് എത്രയാണ്? 42.5 ആണ്. സോ വി വിൽ ജോയിൻ ബൈ എ സ്ട്രെയിറ്റ് ഹൊറിസോണ്ടൽ ലൈൻ ആൻഡ് ദിസ് ഈസ് യുവർ ഷിയർ ഫോഴ്സ് ഡയഗ്രം ഫോർ ദി സ്പാൻ എ സി. സോ കോൺസ്റ്റന്റ് ഷിയർ ഫോഴ്സ് ആണ്, പോസിറ്റീവ് ആണ് ഫോർ ദി സ്പാൻ എ സി. ഓക്കെ, നമ്മൾ പോർഷൻ എ സി കൺസിഡർ ചെയ്തു. അടുത്ത പോർഷൻ എന്താ? പോർഷൻ സി ഡി എടുക്കണം അല്ലെ? സോ ലെറ്റ്സ് ടേക്ക് പോർഷൻ സി ഡി. പോർഷൻ സി ഡി എടുക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ ഇവിടെ 2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന സെക്ഷൻ ആണ്. ഈ സെക്ഷനിലാണ് ഇനി എക്സ്. മനസ്സിലായില്ലേ? ഇനി എക്സ് എന്ന് പറയുന്നത് ഇതല്ല. എക്സ് ഹാസ് മൂവ്ഡ് ഫ്രം ഹിയർ ആൻഡ് നൗ ഇറ്റ് ഈസ് ആക്ടിങ് ബിറ്റ്വീൻ സി ആൻഡ് ഡി. ഇനി നമ്മൾ പറയാൻ പോകുന്ന എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് സിന്റെയും ഡിന്റെയും ഇടയ്ക്കാണ്. എന്റെയും സിന്റെ ഇടയ്ക്കല്ല, സിന്റെയും ഡിന്റെയും ഇടയ്ക്ക് മാത്രമാണ്. ദാറ്റ് സെക്ഷൻ 2 can move from C to D based on this x അല്ലെ? സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടം വരെ എവിടെയും ആവാം. പക്ഷേ ദ പോയിന്റ് ഈസ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ സി ആൻഡ് ഡി. സോ ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന എക്സ് എന്ന് പറയുന്നത് സെക്ഷൻ 2 ആൻഡ് ദാറ്റ് ഈസ് ബിറ്റ്വീൻ സി ആൻഡ് ഡി എന്ന് മാത്രം നമ്മൾ ഓർത്ത് വെക്കുക. സോ വാട്ട് ഈസ് എ ഷിയർ ഫോഴ്സ്? ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ സെക്ഷൻ എടുക്കുക, ഇപ്പുറത്തെ ഭാഗം മൊത്തം നമ്മൾ മറന്നു കളയുന്നു, എന്നിട്ട് ഇത് മാത്രം എടുക്കുന്നു. നിങ്ങൾക്ക് ഏത് ഭാഗം എടുക്കും. ഇവിടെ ഒരു യു ഡി എൽ ഉള്ളതുകൊണ്ട് നമുക്ക് കാൽക്കുലേഷൻ എളുപ്പം ഇവിടെയാണ്. സോ വി ആർ ഇഗ്നോറിംഗ് ദ ഹോൾ റൈറ്റ് പോർഷൻ. സോ റൈറ്റ് പോർഷൻ കളയുന്നു. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രമേ ഉള്ളൂ. അവിടെ എന്തൊക്കെ ഫോഴ്സസ് വരുന്നുണ്ടെന്ന് നോക്കുക, അതിന്റെ റിസൾട്ട് എടുക്കുക. യു വിൽ ഗെറ്റ് ദ ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ 2 അല്ലെങ്കിൽ അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് എന്ന് നമുക്ക് കിട്ടും. സോ ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് ഈസ് നത്തിങ് ബട്ട് 42.5 മൈനസ് 30 ആക്ടിങ് ഡൗൺവേർഡ്സ് അല്ലെ? 42.5 മുകളിലോട്ടുണ്ട്, 30 താഴോട്ടുണ്ട്. ഈ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡ് മാത്രം നോക്കിയാൽ. സോ 42.5 മൈനസ് 30 ഈസ് നത്തിങ് ബട്ട് 12.5 kilonewton. Okay, you have a 12.5 kilonewton acting upwards അല്ലേ? 42.5 മുകളിലോട്ടാണ്, 30 താഴോട്ടാണ്. സോ റിസൾട്ടന്റ് എങ്ങോട്ടായിരിക്കും? മുകളിലോട്ടായിരിക്കും. ആൻഡ് ദ വാല്യൂ ഈസ് 12.5 kilonewton എന്ന് നമുക്ക് കിട്ടി. സോ ഇഫ് ഇറ്റ് ഈസ് 12.5 kilonewton which is acting upwards, what will be the sign of shear അല്ലേ? ഈ സെക്ഷൻ എടുത്തു. സെക്ഷന്റെ റൈറ്റ് സൈഡിൽ ഒരു ലോഡുമില്ല, ലെഫ്റ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ. അത് 12.5 kilonewton upwards ആണ്. അതിന്റെ അർത്ഥം എന്താ? ദ ലെഫ്റ്റ് സൈഡ് ഗോസ് അപ്പ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ഗോസ് ഡൗൺ. ദാറ്റ് മീൻസ് ദ ഷിയർ ഈസ് പോസിറ്റീവ്. സോ യു ഗെറ്റ് ദ സൈൻ ഓഫ് ഷിയർ. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ ഷിയർ അറ്റ് ദീസ് 2 points. സിയിലും ഡിയിലുമുള്ള ഷിയറിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. ഹൗ വി വിൽ ഫൈൻഡ് ദാറ്റ്? ആസ് യൂഷ്വൽ പുട്ട് വാല്യൂസ് ഫോർ എക്സ് അല്ലേ? ഷിയർ ഫോഴ്സ് അറ്റ് സി എന്ന് പറഞ്ഞാൽ വെൻ വാല്യൂ ഓഫ് എക്സ് റീച്ചസ് 2. എക്സ് 2 ആയാലും എക്സ് 4 ആയാലും എക്സ് 5 ആയാലും ദർ ഇസ് നോ ചേഞ്ച് ബിക്കോസ് ഷിയർ ഫോഴ്സ് അറ്റ് എക്സ്, അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസ് അല്ല, സോറി സെക്ഷന്റെ ഇക്വേഷനിൽ എക്സ് എന്ന് പറഞ്ഞൊരു ടേം ഇല്ല. സോ ദ ഷിയർ വാല്യൂ റിമൈൻസ് കോൺസ്റ്റന്റ്. സോ എക്സ് ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഷിയർ വാല്യൂ ഇസ് നത്തിങ് ബട്ട് 12.5. അതായത്
ഈ ഒരു സെക്ഷന്റെ ഇപ്പുറത്ത് അല്ലെ, ഇങ്ങോട്ടൊരു ചെറിയൊരു പോയിന്റ് എടുത്താൽ അവിടെ 42.5 minus what is this 30, that is 12.5 is your shear force. ഇനി നമ്മളിങ്ങനെ മൂവ് ചെയ്ത് x മൂവ് ചെയ്ത് d എന്ന് പറഞ്ഞ പോയിന്റിലെത്തി. സോ ഷിയർ ഫോഴ്സ് at d, that means x is equal to 4. ഷിയർ ഫോഴ്സ് at d എന്ന് പറഞ്ഞാൽ എന്താ, x ഇവിടെ നിന്ന് ഇവിടം വരെ എത്തി. So 2 plus 2 is 4. Again, there is no change in the shear value. You can see it is 12.5 kilonewton. So again it is 12.5. So let's plot it. സെക്ഷൻ സിയിൽ നമ്മൾ പറഞ്ഞ പോലെ രണ്ട് വാല്യൂ ഉണ്ടാവും അല്ലേ, ഇന്റർമീഡിയറ്റ് പോയിന്റ് ആണ്. അപ്പോൾ അതിന്റെ ജസ്റ്റ് ലെഫ്റ്റ് എടുത്താലും ഒരു വാല്യൂ ഉണ്ടാവും, ജസ്റ്റ് റൈറ്റ് എടുത്താലും ഒരു വാല്യൂ ഉണ്ടാവും അല്ലേ. ജസ്റ്റ് ലെഫ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ എ സി എന്ന് പറഞ്ഞ സ്പാൻ കൺസിഡർ ചെയ്യുമ്പോൾ സി എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു ഷിയർ ഫോഴ്സ് ഉണ്ടാവും, അത് 42.5 ആണ്. ഇനി സി ഡി കൺസിഡർ ചെയ്യുമ്പോൾ ഈ പോയിന്റ് സിയിൽ വേറൊരു ഷിയർ ഫോഴ്സ് ഉണ്ടാവും, അത് 12.5 ആണ്. ലെറ്റ്സ് സി. സോ ഞാൻ 12.5 മാർക്ക് ചെയ്തു. ദെൻ സി തൊട്ട് ഡി വരെ ഒരു ചേഞ്ചും ഇല്ല, 12.5 തന്നെയാണ് അല്ലേ. അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. സി തൊട്ട് ഡി വരെ ഒരു ചേഞ്ചും ഇല്ല, ഇറ്റ് ഈസ് അഗെയിൻ 12.5 ആൻഡ് ദിസ് ഈസ് യുവർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഫോർ ദ സ്പാൻ സി ഡി. നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു, ഒരു കോൺസെൻട്രേറ്റഡ് റോഡ് ഉണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടുത്തെ ഈ ഹൈറ്റ് എത്രയാ, 42.5 മൈനസ് 12.5, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് 30 കിലോമീറ്റർ. അതായത് നമ്മുടെ വര ശരിയാണെന്നാണ് അർത്ഥം അല്ലെ. ഇവിടെ 42.5 വര ഷിയർ ഫോഴ്സ് കണ്ടോ, ഇവിടെ റിയാക്ഷൻ 42.5 ആയിരുന്നു, അപ്പൊ ഇവിടെ 42.5 തന്നെ ഈ അറ്റത്ത് വരും. ഇവിടെ വന്നപ്പോൾ 30 ആണ്. സോ ഈ ഒരു ലൈനിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 30 ആയിരിക്കണം. 42.5 മൈനസ് 12.5 ഇസ് നത്തിങ് ബട്ട് 30. അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മൾ രണ്ട് സ്പാൻ കഴിഞ്ഞു, പോർഷൻ എ സി കഴിഞ്ഞു, പോർഷൻ സി ഡി കഴിഞ്ഞു. അവർ ലാസ്റ്റ് പോർഷൻ ഈസ് പോർഷൻ ഡി ബി. പക്ഷെ ഇവിടെ നമ്മൾ ഇനി എക്സ് എന്ന് പറയുന്നത് എയിന്ന് എടുക്കുന്നില്ല. എയിന്ന് എടുത്താലുള്ള കുഴപ്പം എന്താ, 1, 2, 3 അഗൈൻ യു ഡി എൽ 4 ലോഡ് വരും. അതിന് പകരം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്താലോ, ബി എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് എടുത്താലും നമുക്ക് ആ കൂടെ ഒരു യു ഡി എല്ലും ഒരു റിയാക്ഷനും മാത്രമേ ഉള്ളൂ. ലോഡ്സിന്റെ എണ്ണം കുറവാണ്, ദാറ്റ് മീൻസ് കാൽക്കുലേഷൻ ഈസ് ലെസ്. അപ്പൊ നമുക്ക് ഇപ്പുറത്തെ സൈഡാണ് ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്നത്, മനസ്സിലായി? അതായത് വി ആർ ടേക്കിംഗ് എക്സ് ഫ്രം എൻഡ് ബി. ഈ ബി എന്ന് പറഞ്ഞ എൻഡിൽ നിന്നാണ് ഇനി എക്സ് കൺസിഡർ ചെയ്യുന്നത്. സോ സെക്ഷൻ 3 എന്ന് പറഞ്ഞാൽ ഡിന്റെയും ബിന്റെയും ഇടയ്ക്കാണ്. ആൻഡ് വി ആർ കൺസിഡറിങ് ദ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ പോയിന്റ് ബി. ഓക്കെ, ഈ റൈറ്റ് എൻഡിലുള്ള സപ്പോർട്ടിൽ നിന്നാണ് നമ്മൾ ഇനി എന്തെടുക്കുന്നത്, ഡിസ്റ്റൻസ് എക്സ് എന്ന് പറഞ്ഞത് എടുക്കുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ദ ഷിയർ ഫോഴ്സ് അറ്റ് എക്സ്. ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എന്താ, യു ഹാവ് 2 ഫോഴ്സസ് അല്ലെ. 47.5 എന്ന് പറഞ്ഞ് മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്, അതുപോലെ ഒരു 10 kN/m ഉള്ള എക്സ് ഡിസ്റ്റൻസിൽ, ഇത്രയും എന്ന് പറഞ്ഞാൽ എക്സ് ഡിസ്റ്റൻസ് ആണ് അല്ലെ, എക്സ് ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്ന ഒരു യു ഡി എല്ലും ഉണ്ട്. സോ വാട്ട് വിൽ ബി യുവർ ഫോഴ്സ്, 47.5 മൈനസ് 10x അല്ലെ. അപ്വേർഡ് പോസിറ്റീവ് എടുത്തു, ഡൗൺവേർഡ് നെഗറ്റീവ് എടുത്തു. സോ യു ഗെറ്റ് 47.5 മൈനസ് 10x. ഇനി നോക്കുക, ഡെഫിനറ്റ്ലി ദിസ് വാല്യൂ വിൽ ബി ലെസർ ദാൻ 47.5 അല്ലെ. മാക്സിമം വാല്യൂ വരുന്നത് ഇവിടെ എത്തുമ്പോഴാണ് അല്ലെ. ഇവിടെ എത്തുമ്പോഴത്തായിരിക്കും 10 × 4 40, 10 × 4 40, അതായിരിക്കും മാക്സിമം ഫോഴ്സ്. അത് 47.5 എന്താണ്, കുറവാണ്. ദാറ്റ് മീൻസ് ഈ ബി എ ഡി എന്ന് പറഞ്ഞ സെക്ഷനിൽ നമ്മൾ ഏത് പോയിന്റ് എടുത്താലും അവിടുത്തെ ഷിയർ ഫോഴ്സ്, റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് മുകളിലോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് അല്ലെ. 47.5 മൈനസ് WX, അതായത് 10x എന്ന് പറയുന്ന സാധനം മുകളിലോട്ടായിരിക്കും ആക്ട് ചെയ്യുക, അതായത് റിസൾട്ടന്റ് മുകളിലോട്ടാണ്. വി ആർ ഇഗ്നോറിംഗ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. വാട്ട് വിൽ ഹാപ്പൻ, എക്സ് എന്ന് പറയുന്ന സെക്ഷനിൽ വെച്ച് നോക്കുമ്പോൾ ദ ബീം മൂവ്സ് അപ്വേർഡ്സ്, റൈറ്റ് സൈഡ് മൂവ്സ് അപ്വേർഡ്സ്, റൈറ്റ് സൈഡ് അപ്പ് ഈസ് നെഗറ്റീവ് റൺ അല്ലെ. റൈറ്റ് അപ്പ് ഈസ് നെഗറ്റീവ് ഷിയർ. മനസ്സിലായല്ലോ? ഈ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഡിന്റെയും ബിന്റെ ഇടയ്ക്ക് ഏത് പോയിന്റ് എടുത്താലും ഓൾവേസ് വെൻ യു കാൽക്കുലേറ്റ് ദ ഷിയർ ഫോഴ്സ് ദ റിസൾട്ടന്റ് വിൽ ബി ഗോയിങ് അപ്വേർഡ്സ് അല്ലെ. 47.5 മാക്സിമം വരുന്നത് 10 × 4 40 ആണ്. 47.5 മൈനസ് 40 എത്ര, 7.5 അപ്വേർഡ്സ്. സോ ഏതൊരു പോയിന്റ് എടുത്താലും മുകളിലോട്ടായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുക. സോ യു നോ ദ റൈറ്റ് സൈഡ് മൂവ്സ് അപ്പ്, therefore it is a നെഗറ്റീവ് ഷിയർ എന്ന് നമുക്ക് കിട്ടി. സോ ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് കിട്ടി. നമുക്ക് വേണ്ടത് ബിയും ഡിയും എന്ന് പറഞ്ഞ രണ്ട് പോയിന്റിൽ ഷിയർ ഫോഴ്സ് കിട്ടണം. ഷിയർ ഫോഴ്സ് അറ്റ് ബി കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എക്സ് എടുക്കുന്നത് ബി എന്ന് പറഞ്ഞ പോയിന്റിലാണ്. അപ്പൊ ബി എന്ന് പറഞ്ഞ പോയിന്റ് ഈസ് നത്തിങ് ബട്ട് ദ പോയിന്റ് അറ്റ് വിച്ച് എക്സ് ഈസ് ഈക്വൽ ടു 0.
So equation x in a 0 substitute, what you will get 47.5 kilonewton negative, since it is a negative shear. B at x is equal to 0 x in 0, you will get the answer as 47.5. I have kept a negative sign since it is negative shear. Okay. അടുത്തത് ഷിയർ ഫോഴ്സ് അറ്റ് ഡി വേണം അല്ലേ. ഷിയർ ഫോഴ്സ് അറ്റ് ഡി എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് 4 ആകുമ്പോഴുള്ള വാല്യൂ. ഇപ്പോൾ ഓർക്കുക, എക്സ് നമ്മൾ എടുക്കുന്നത് ഇവിടെ നിന്നാണ്, നോട്ട് ഫ്രം ഹിയർ. എക്സ് ബി എന്ന് പറഞ്ഞ പോയിന്റിലാണ് എടുക്കുന്നത്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എക്സ് ഫ്രം എൻ ബി ബിറ്റ്വീൻ ഡി ആൻഡ് ബി എന്നല്ലേ. സോ എക്സ് ഇവിടെ നിന്ന് എടുക്കുന്നു. സോ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 4, you will get the answer as 47.5 minus 10 into 4 അല്ലേ. എക്സിന് പകരം 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, you will get the value as 7.5 kilonewton. Again, I have kept a negative sign since it is negative shear. ഇതൊരിക്കലും ഈ കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെടുന്ന നെഗറ്റീവ് സൈൻ അല്ല, ഓർത്തിരിക്കുക. Since it is a negative shear, I am putting it as negative. Okay. So shear force at B എന്ന് പറയുന്നത് 47.5 kilonewton ആണ്. Shear force at D എന്ന് പറയുന്നത് 7.5 kilonewton ആണ്. Both are negative shears since the right side goes up എന്ന് നമുക്കറിയാം. സോ നമുക്ക് എല്ലാ പോർഷനിലെയും ഷിയർ ഫോഴ്സ് വാല്യൂസ് കിട്ടി. അറ്റ് ബി യു ഹാവ് 47.5 വിച്ച് ഇസ് നെഗറ്റീവ്. അതായത് ഈ ലൈനിന്റെ താഴോട്ടാണ് ഷിയർ ആക്ട് ചെയ്യുക, ഈ ലൈനിന്റെ താഴോട്ടാണ് ഷിയർ ആക്ട് ചെയ്യുക. ദാറ്റ് ഈസ് 47.5. ഇത് കുറഞ്ഞ് ഡി എത്തുമ്പോൾ എത്രയാവും, 7.5 എത്തും. സോ 47.5 കുറഞ്ഞ് 7.5 എത്തും. ഇനി ഇതിന് ജോയിൻ ചെയ്ത് നമുക്കൊരു ലൈൻ വരയ്ക്കണം അല്ലെ. യു ഡി എൽ ആണെങ്കിൽ ആ ലൈൻ എന്തായിരിക്കും എന്ന് നമ്മൾ ആ ടേബിളിൽ കണ്ടിട്ടുണ്ട്, ലീനിയർ സ്ട്രെയിറ്റ് ലൈൻ, അതായത് ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. കാരണം എന്താ, ഇക്വേഷൻ നോക്കിയേ, എക്സ് ഈസ് ഈക്വൽ ടു 47.5 മൈനസ് 10 ഇൻറ്റു എക്സ്. എക്സിന്റെ പവർ എത്രയാ, 1 അല്ലേ. എക്സ് റേസ് ടു 1 ആണ് എക്സ് എന്ന് പറയുന്നത്. സോ എക്സിന്റെ പവർ 1 ആണ്. എക്സിന്റെ പവർ 1 എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെന്റ് എ സ്ട്രെയിറ്റ് ലൈൻ. സോ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യേണ്ടത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചാണ്. ആൻഡ് ദിസ് ഈസ് യുവർ ഫൈനൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. സോ ഇത്രയും പോർഷനിൽ പോസിറ്റീവ് ഷിയർ ആണ്, ഇത്രയും പോർഷനിൽ നെഗറ്റീവ് ഷിയർ ആണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വെരിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് റിസൾട്ടന്റ് 20 കിട്ടണം അല്ലേ. ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ 20 ആയിരിക്കണം. ഇവിടെ 12.5 പ്ലസ് 7.5 ഇസ് നത്തിങ് ബട്ട് 20. യു ക്യാൻ വെരിഫൈ ബൈ ലൈക്ക് ദാറ്റ്. 20 എന്ന് പറഞ്ഞ പോയിന്റ് ലോഡ് ഇവിടെ ഉള്ളത് കൊണ്ട് ആ ലോഡിന്റെ താഴെയുള്ള ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ സമ്മ്, ആ ലൈനിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഫോഴ്സ് തന്നെ ആയിരിക്കണം. സോ 12.5 പ്ലസ് 7.5 ഇസ് നത്തിങ് ബട്ട് 20 kilonewton. ഇങ്ങനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുക. മെത്തേഡൊക്കെ സിമിലർ ആണ്. ജസ്റ്റ് 1-2 പോയിന്റ് മാത്രം നോട്ട് ചെയ്താൽ മതി. നമ്മൾ എവിടെ നിന്നാണ് എക്സ് എടുക്കുന്നത് എന്നോർക്കുക, ഇക്വേഷൻ ഫോം ചെയ്യുക. പിന്നെ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ് ബൈ നെഗറ്റീവ് സൈൻ. ഈ കാൽക്കുലേഷനിൽ നിന്ന് എനിക്ക് കിട്ടുന്ന നെഗറ്റീവ് വാല്യൂ അല്ല ഇത്. കാൽക്കുലേഷനിൽ നിന്ന് കിട്ടുന്നതല്ല. കാൽക്കുലേഷനിൽ നിന്ന് കിട്ടുന്നത് നിങ്ങൾ മറക്കുക. ദാറ്റ് ഈസ് ജസ്റ്റ് ഫോർ നമ്മൾ എങ്ങോട്ട്, ഏത് ഡയറക്ഷനിലോട്ടായിരിക്കും അത് പോവുക എന്നറിയാൻ വേണ്ടി മാത്രം ആ സൈൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം ഞാനിവിടെ അപ്വേർഡ് പോസിറ്റീവും ഡൗൺവേർഡ് നെഗറ്റീവ് എടുത്തപ്പോൾ എനിക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടിയാൽ അതിന്റെ അർത്ഥം പോസിറ്റീവ് മീൻസ് ഇറ്റ് ഈസ് മൂവിങ് അപ്പന്നേ ഉള്ളൂ. അതല്ല ഷിയറിന്റെ സൈൻ. ഷിയറിന്റെ സൈൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ആ സെക്ഷൻ എടുത്ത് സെക്ഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ റൈറ്റ് സൈഡ് എങ്ങോട്ടാണ് പോവുക, ലെഫ്റ്റ് സൈഡ് എങ്ങോട്ടാണ് പോവുക എന്നതിന് ബേസ് ചെയ്താണ്. അത് വെച്ചാണ് ഞാനിവിടെ നെഗറ്റീവ് ഇട്ടത്. അത് ഈ കാൽക്കുലേഷന്റെ ആൻസർ അല്ല, നോട്ട് ദാറ്റ്. സോ ഈ നെഗറ്റീവ് ഈസ് ബിക്കോസ് ഷിയർ ഈസ് negative. So it is 47.5, it is 7.5 and you got the shear force diagram as such. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. സോറി, ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നോക്കാം. സോ ഇനി ഞാൻ സെക്ഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. യു ക്യാൻ ഡയറക്ട്ലി ഗോ ടു ദ കാൽക്കുലേഷൻസ്. സോ ഫസ്റ്റ് കാൽക്കുലേഷൻ എന്താ, നമ്മൾ സെക്ഷൻ എക്സ് എടുത്തു. ആ സെക്ഷൻ 1-ലോട്ടുള്ള ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ കാണണം. വാട്ട് ഈസ് ദ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ? ഈ സെക്ഷൻ എടുത്തു, റൈറ്റ് സൈഡ് മൊത്തത്തിൽ മറയ്ക്കുന്നു, ലെഫ്റ്റ് സൈഡ് മാത്രം എടുക്കുന്നു. ഓൺലി വൺ ഫോഴ്സ് യു ഹാവ്, ദാറ്റ് ഈസ് 42.5. വാട്ട് വിൽ ബി ദ മൊമെന്റ് അറ്റ് ദിസ് സെക്ഷൻ 1? 42.5 ഇൻറ്റു എക്സ് അല്ലെ. 42.5 ഇൻറ്റു എക്സ് സാഗിങ് മൊമെന്റ് ആണ്. കാരണം എന്താ, ഞാൻ ഇന്നാള് പറഞ്ഞതുപോലെ ഇവിടെ പിടിച്ചു വെക്കുക അല്ലെ, ഈ ഒരു പോയിന്റിൽ പിടിച്ചു വെക്കുക. എന്നിട്ട് മേലോട്ട് ആ അറ്റത്തുനിന്ന് കുത്തി നോക്കിയാൽ എങ്ങനെ അത് വളയാ, ലൈക്ക് എ ഹാപ്പി സ്മൈലി അല്ലെ, ചിരിക്കുന്ന സ്മൈലികളുടെ വായിരിക്കുന്ന പോലെ. That is sagging, positive അല്ലേ ചിരി. So sagging moment, it is positive. So x, at x bending moment value around this section 1 is 42.5. x നമുക്ക് കിട്ടി. So 42.5 into x. Now a and c points നമുക്ക് bending moment value കിട്ടണം. So what is the bending moment values? At x is equal to 0, you have the point a അല്ലേ. x a ആവുമ്പോൾ പോയിന്റ്, സോറി x 0 ആവുമ്പോൾ പോയിന്റ് a ആണ്. You get the value as 0 itself. 42.5 into 0, it is 0.
Now, what is the value of x is equal to 2? X is equal to 2 എന്ന് പറഞ്ഞാൽ x മൂവ് ചെയ്ത് C എന്ന് പറഞ്ഞ പോയിന്റിൽ വരെ എത്തി. So bending moment at x is equal to 2 is nothing but 42.5 into 2, which you will get as 85 kilonewton per meter. So 42.5 into x in the value substitute ചെയ്യാ, x 2 ആണ്, you will get the answer as 85 kilonewton meter. So നമുക്ക് എന്ത് ചെയ്യണം? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കണം. അതിനെല്ലാം സൈലന്റ് പോയിന്റ് മാർക്ക് ചെയ്യുന്നു, ബേസ് ലൈൻ വരച്ചു. So at point A you have the bending moment at 0 അല്ലേ? പോയിന്റ് എയിൽ ബെൻഡിങ് മൊമെന്റ് 0 ആണ്. അറ്റ് പോയിന്റ് സി, അതായത് ഈ പോയിന്റിന്റെ താഴെ പോയിന്റ് സിയിൽ ബെൻഡിങ് മൊമെന്റ് 85 കിലോമീറ്റർ പെർ മീറ്റർ ആണ്. സാഗിങ് മൊമെന്റ് ആയതുകൊണ്ട് പോസിറ്റീവ് ആണ്. സോ മുകളിലോട്ട് 85 കിലോമീറ്റർ എന്നുള്ള മാർക്ക് ഞാൻ ചെയ്തു. 85 കിലോമീറ്റർ മീറ്റർ മാർക്ക് ചെയ്തു. ദെൻ യു ഹാവ് ടു ജോയിൻ അല്ലേ? ജോയിൻ ചെയ്യാൻ ഏത് ലൈനാണ് ഉപയോഗിക്കേണ്ടത്? ഇറ്റ് ഈസ് എ പോയിന്റ് ലോഡ് അല്ലേ? പോയിന്റ് ലോഡ് ആണെങ്കിൽ ലീനിയർ സ്ട്രേറ്റ് ലൈൻ ആണെന്ന് നമുക്കറിയാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ. ആ ടേബിൾ ഓർക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 42.5 into x ആണ് അല്ലേ? എക്സിന്റെ പവർ എന്ന് പറഞ്ഞാൽ 1 ആണ്. Whenever x raised to 1 comes, it is a straight line. So you join 0 and 85 with a straight line, and this is your bending moment diagram for this portion AC. AC എന്നുള്ള പോർഷന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം നിങ്ങൾക്ക് കിട്ടി. നെക്സ്റ്റ് we will move to CD. പോർഷൻ CD എന്ന് പറഞ്ഞാൽ x is taking from A and it is acting between C and D. സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ സിന്റെയും ഡിന്റെയും ഇടയ്ക്ക് മാത്രമാണ്. ഇനി എക്സ് എന്ന് പറയുന്നത് സെക്ഷൻ 2 എടുക്കണം അല്ലെ? എക്സ് ഫ്രം ദ എൻഡ് എ ബിറ്റ്വീൻ സി ആൻഡ് ഡി ടുവേർഡ്സ് സെക്ഷൻ 2. സെക്ഷൻ 2 നമ്മൾ ഇനി വാല്യൂ എടുക്കുക. സോ വാട്ട് വിൽ ബി ദ ബെൻഡിങ് മൊമെന്റ്? യു ഹാവ് 2 ഫോഴ്സസ് 42.5 and 30. സോ 42.5 കൊണ്ട് ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് 42.5. ഇനി എക്സ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 2 ഡിസ്റ്റൻസ് ആണ് അല്ലേ? സോ 42.5 into x, 42.5 into x minus you have this 30 kilonewton which is acting at x minus 2. കാരണം എന്താ? ഇവിടം തൊട്ട് 2 വരെ x ആണ്, ഇവിടം തൊട്ട് ഇവിടം വരെ x ആണ്, മൈനസ് ദിസ് ഡിസ്റ്റൻസ് 2. സോ x minus 2. മനസ്സിലായല്ലോ അല്ലെ? ഇനി 2 എന്ന് പറയുന്ന സെക്ഷനിലോട്ടാണ് x എടുക്കുന്നത്. ഇതല്ല എക്സിന്റെ ഡിസ്റ്റൻസ്. x will be up to section 2. Now this force is acting at a distance x minus 2 അല്ലെ? ഇവിടെ തൊട്ട് ഇവിടം വരെ x ആണ്. So what will be this distance? x minus 2. നമ്മൾ എപ്പോഴും ഈ സെക്ഷനിലോട്ടാണ് മൊമെന്റ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. സോ x minus 2 എന്ന് കിട്ടി. സോ 30 into x minus 2, 42.5 into x. ഇവിടെ ഞാൻ പ്ലസ് മൈനസ് ഇടാൻ കാരണം ക്ലോക്ക് വൈസ് ഐ എം ടേക്കിംഗ് as പോസിറ്റീവ്, ആന്റി ക്ലോക്ക് വൈസ് ഐ എം ടേക്കിംഗ് as നെഗറ്റീവ്. ഓർക്കുക, ദിസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ സൈൻ ഓഫ് ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, ഇത് നമ്മുടെ കാൽക്കുലേഷൻ ആണ്. ബെൻഡിങ് മൊമെന്റിന്റെ സൈനും ഇതും ഒരു ബന്ധവുമില്ല. സോ ഇറ്റ് ഈസ് 42.5x മൈനസ് 30 into x minus 2. ഈ ഇക്വേഷൻ എഴുതാൻ ഒന്ന് പോസിറ്റീവ് ആയിരിക്കും, ഒന്ന് നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് ഓൾ. ഐ എം ടേക്കിംഗ് ക്ലോക്ക് വൈസ് പോസിറ്റീവ്, ആന്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ്. ഇനി ഇത് പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആണോ ആന്റി ക്ലോക്ക് വൈസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ നമ്മൾ നേരത്തെ പോലെ സാഗിങ് ആണോ ഹോഗിങ് ആണോ എന്ന് അറിയണം. ഇവിടെ നമ്മൾ മുറുക്കി പിടിച്ചാൽ ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ മുകളിലോട്ടാണ് ആക്ട് ചെയ്യുക. ദാറ്റ് വിൽ ബി കോസിങ് എ സാഗിങ് മൊമെന്റ്. അല്ലെങ്കിൽ ഈ ബീം ടോട്ടൽ ആയിട്ട് എടുത്താലും ദാറ്റ് വിൽ ബി എ സാഗിങ് മൊമെന്റ്. നമുക്കറിയാം സാഗിങ് മൊമെന്റ് പോസിറ്റീവ് ആണ്. Now you have to find the bending moment at these 2 points. C യിലും D യിലും bending moment വേണം. Bending moment at C is nothing but bending moment at x is equal to 2 അല്ലെ? ഈ ഇക്വേഷനിൽ x ന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് വാല്യൂ ആണ് കിട്ടുന്നത്? അതാണ് C യിലെ ബെൻഡിങ് മൊമെന്റ്. എക്സിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഒരു ടേം അപ്പാടെ പോയില്ലേ? 2 minus 2 0 ആണ്. അപ്പൊ 30 into 0 പോയി. ബാക്കി നിങ്ങൾക്ക് എന്താ ഉള്ളത്? 42.5 into 2. So 42.5 into 2 minus 30 into 0 is nothing but 42.5 into 2. You get the answer as 85 kilonewton meter. നമ്മൾ പറഞ്ഞതാണ്. സെക്ഷൻ സി എടുത്താൽ ഇവിടെ ഒരു മൊമെന്റ് ഉണ്ടാവും, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേറൊരു മൊമെന്റ് ഉണ്ടാവും. ദാറ്റ്സ് ഓൾ. സോ ഈ മൊമെന്റിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇത്, എന്നാൽ അവിടെ ഇക്വിലിബ്രിയം വരുള്ളൂ അല്ലെ? സോ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സി എന്ന് പറഞ്ഞ പോയിന്റിൽ നമുക്ക് രണ്ട് മൊമെന്റ് വിച്ച് ഇസ് ഈക്വൽ എപ്പോഴും കിട്ടും. ഈക്വൽ ആയിരിക്കണം. ഈക്വൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാൽക്കുലേഷൻ തെറ്റാം. സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിങ്ങൾ ഏത് സ്പാൻ എടുത്താലും കിട്ടുന്ന വാല്യൂവിന്റെ മൊമെന്റ് സെയിം ആയിരിക്കും. ഇവിടെ 85 ആണല്ലേ? സോ ഇറ്റ് ഈസ് റൈറ്റ്. ഇനി ബെൻഡിങ് മൊമെന്റ് അറ്റ് പോയിന്റ് ഡി. പോയിന്റ് ഡി എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് 4 ആകുമ്പോൾ 2 + 2 is 4. Bending moment at x is equal to 4 is nothing but substitute 4 instead of x in this equation. So you get 42.5 into 4
minus 30 into 4 minus 2 is 2. So 30 into 4 minus 2, that is 30 into 2. You will get the answer as, just a second, you will get the answer as 110 kilonewton meter. So 42.5 into x minus 30 into 2, you have the answer as 110 kilonewton meter. Sagging ആണ് positive moment ആണെന്ന് നമുക്ക് കിട്ടി. Now let's draw this. So point C യിൽ 85 തന്നെയാണ്, sagging positive moment ആണ്. Then at D you have the value as 110. Okay, at D it is 110. ഇനി 85 ഉം 110 ഉം തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യണം. By what line? ഇവിടെ നോക്കിക്കേ, the equation is 42.5x minus 30 into x minus 2. X in the terms ആണല്ലേ, x raised to 1. That means it is a straight line. അല്ലെങ്കിൽ ഇതൊരു ഇവിടെ only point loads ഏ ഉള്ളൂ. Point loads ആണെങ്കിൽ it will be automatically in bending moment diagram straight line. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാം. So join this by a straight line, and this is your bending moment diagram for this particular portion. Then നമുക്ക് last span എടുക്കാം, portion CD. Sorry, it is not portion CD. It will be portion DB. So portion DB ആണെങ്കിൽ we can see bending moment at x. Portion DB എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്ഷൻ 3 എടുക്കുന്ന ഇവിടെയാണ്, and x distance is from point B അല്ലേ, point B. ബെൻഡ് B എന്നാണ് നമ്മൾ x എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എടുക്കുക. So what will be the bending moment at that distance x? If you see, there is a reaction, 47.5 reaction ഉണ്ട്. അതുപോലെ you have 10 kilonewton per meter acting at x distance അല്ലേ. ഞാൻ ഇവിടെയും ക്ലോക്ക് വൈസ് പോസിറ്റീവ് എടുക്കുകയാണ്. ക്ലോക്ക് വൈസ് പോസിറ്റീവ് എടുത്താൽ ഇവിടുത്തെ ക്ലോക്ക് വൈസ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ 10 കൊണ്ടുണ്ടാവുന്ന മൊമെന്റ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 10 into x into x by 2. 10 into x, that is the resultant force due to this union that is acting at a distance x by 2 അല്ലേ. നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നത് അപ്പോൾ x by 2, 10 into x by 2 ആ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണല്ലേ. സോ 10 x square by 2 എന്ന് കിട്ടി. 10 into x by 2, 10 x square by 2 minus you have a reaction 47.5 here. So 47.5 ഉണ്ട്. 47.5 is acting at a distance x. 47.5 into x, that is anti-clockwise direction. So positive minus negative. Again, if you see, I am putting my hand over here, and if I apply a moment like this, what will happen? It is a sagging moment. So അതൊരു sagging moment ആയിരിക്കും. It is positive moment. That means it is a positive bending moment figure. Now let us see at point B, x is equal to 0 അല്ലേ. Point, again ഇത് point B ആണ്. Point B ആവുമ്പോൾ x will be equal to, at point B x is equal to 0. That means put x is equal to 0 in this equation. So what you will get, ഇവിടെ x 0 കൊടുത്തു, ഇവിടെ x 0 കൊടുത്തു, you will get the answer as 0 itself അല്ലേ. രണ്ട് x ടേബിൾ പോകും, 0 ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടുക at B. Now what you need, bending moment at point D. Point D എന്ന് പറഞ്ഞാൽ x ന്റെ വാല്യൂ എന്താവും, 4 ആവും. x 4 ആവുമ്പോൾ 10 into 4 square by 2 minus 47.5 into 4. 10 into 4 square by 2 minus 47.5 into 4, you will get the answer as 110 kilonewton meter. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ രണ്ട് സൈഡ് എടുക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന മൊമെന്റ് സെയിം ആയിരിക്കണം, എന്നാലേ നമ്മുടെ കാൽക്കുലേഷൻ ശരിയായിട്ടുണ്ടാവുള്ളൂ. സോ 110 kilonewton, 100 kilonewton, ദാറ്റ് മീൻസ് our calculation is right. So D എന്ന് പറഞ്ഞ പോയിന്റിൽ കിട്ടി, B എന്ന് പറഞ്ഞ പോയിന്റിൽ കിട്ടി. Let us plot it. So B എന്ന് പറഞ്ഞ പോയിന്റിൽ 0 ആണ്, D എന്ന് പറഞ്ഞ പോയിന്റിൽ 110 ആണ്. ഇനി നമുക്ക് ഇതിനെ ജോയിൻ ചെയ്യണം. പക്ഷെ ഓർക്കുക, ഇവിടെ യു ഡി എൽ ആണ് അല്ലേ. യു ഡി എൽ ആണെങ്കിൽ നമ്മൾ സ്ട്രേറ്റ് ലൈൻ ആണോ സാധാരണ ഉപയോഗിക്കുക? അല്ല, ഇറ്റ് ഈസ് എ പാരാബോളിക് കർവ്. കാരണം എന്താ, ഇക്വേഷൻ നോക്കിയേ, 10 x square by 2 minus 47.5 x. സോ എക്സിന്റെ ഏറ്റവും വലിയ പവർ എത്രയാ, എക്സ് സ്ക്വയർ വരുന്നുണ്ട്. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാരാബോളിക് ലൈൻ. സോ പാരാബോള വെച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഇനി നമുക്ക് എന്താ വേണ്ടേ, വാട്ട് വിൽ ബി ദ ഷേപ്പ്. ഷേപ്പ് അറിയണമെങ്കിൽ, ഉള്ളിലോട്ടാണോ പുറത്തോട്ടാണോ അറിയണമെങ്കിൽ നമ്മൾ സ്ലോപ്പ് നോക്കണം അല്ലെ. ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ സ്ലോപ്പാണ്, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ സ്ലോപ്പാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഷിയർ ഫോഴ്സ് മാക്സിമം ആണ്, ദാറ്റ് മീൻസ് ദ സ്ലോപ്പ് ഷുഡ് ബി മാക്സിമം. ഷിയർ ഫോഴ്സ് മാക്സിമം ആണ്, ദാറ്റ് മീൻസ് കർവിന്റെ സ്ലോപ്പ് ഷുഡ് ബി മാക്സിമം. ഇവിടെ നോക്കിയാൽ ഷിയർ ഫോഴ്സ് കുറവാണ്, സോ ഇറ്റ് ഈസ് നോട്ട് 0 ആക്ച്വലി, ബട്ട് ദർ ഇസ് എ പോസിറ്റീവ് വാല്യൂ ഓഫ് സ്ലോപ്പ്. അപ്പൊ അങ്ങനെ കൺസിഡർ ചെയ്ത് നമ്മൾ
സ്ലോപ്പ് വരച്ചാൽ യു വിൽ ഗെറ്റ് ദ സ്ലോപ്പ് ലൈക്ക് ദിസ്. ഇവിടെ നോക്കിയേ, ഷിയർ ഫോഴ്സ് മാക്സിമം ആണ്. തിരിച്ചായിരുന്നെങ്കിൽ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ കുറവാണ് അല്ലേ. സോ ഷിയർ ഫോഴ്സ് മാക്സിമം ആകുമ്പോൾ സ്ലോപ്പ് മാക്സിമം ആയിരിക്കണം. ഇവിടെ ചെറിയൊരു കുറവുണ്ട്. സോ ഇറ്റ് ഈസ് എ പോസിറ്റീവ് സ്മോൾ സ്ലോപ്പ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. ആൻഡ് ദിസ് ഈസ് യുവർ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, യു ഗോട്ട് ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, യു ഗോട്ട് ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഫോർ ദ ഫസ്റ്റ് പ്രോബ്ലം. ഇവിടെ നോക്കുക, അനദർ ടിപ്പ് ടു റിമൈൻഡ്. നമുക്കറിയാം സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ ദർ വോണ്ട് ബി എനി റിയാക്ഷൻ അഗെയിൻസ്റ്റ് റൊട്ടേഷൻ അല്ലേ. സിംപ്ലി സപ്പോർട്ടഡ് എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ അലൗ ചെയ്യും. റൊട്ടേഷൻ അലൗ ചെയ്യാന്ന് മീൻസ് മൊമെന്റ് എപ്പോഴും സീറോ ആയിരിക്കും. സോ ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം അറ്റ് ദ എൻഡ്സ് ദ ബെൻഡിങ് മൊമെന്റ് വിൽ ബി സീറോ. ഓർത്തിരിക്കുക, സിംപ്ലി സപ്പോർട്ടഡ് ബീമിന് എൻഡ്സിൽ എപ്പോഴും ബെൻഡിങ് മൊമെന്റ് സീറോ ആയിരിക്കും. സോ നിങ്ങളുടെ കാൽക്കുലേഷനിൽ ചെയ്ത് ആൻസർ വരയ്ക്കുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, സീറോ ആയിട്ടേ വരാൻ പാടുള്ളൂ. Otherwise your answer will be wrong. So simply supported beam, if there is no concentrated moment, അങ്ങനെ ഒരു കേസ് നമ്മുടെ സിലബസിൽ ഇവിടെ ഒരു മൊമെന്റ് എക്സ്റ്റേണൽ ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ബെൻഡിങ് മൊമെന്റ് സീറോ ആവാതിരിക്കുള്ളൂ. ഇവിടെ നമുക്ക് മൊമെന്റ് ഒന്നും വരാറില്ല. സോ ഓൾവേസ് ദ ബെൻഡിങ് മൊമെന്റ് വിൽ ബി സീറോ. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ഫസ്റ്റ് പ്രോബ്ലം. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ സെക്കൻഡ് പ്രോബ്ലം. This is your problem. Draw the SFD and BMD for the beam shown in the figure. ഇവിടെ ഒരു UVL, അതായത് യൂണിഫോംലി വേരിയിങ് ലോഡ് ഉള്ള ഒരു ബീമാണ് തന്നിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല UVL ഉള്ള പ്രോബ്ലംസ്, പക്ഷെ സിലബസിൽ ഉള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പ്രോബ്ലം ചെയ്ത് നോക്കുകയാണ്. To draw the SFD and BMD for the beam shown in the figure. So first step simply supported beam ആണ്. We have to find the reactions അല്ലേ. So reaction എങ്ങനെ കണ്ടുപിടിക്കുക? Our usual equations. Sigma V is equal to 0 means Ri plus Rb is equal to sum of the forces acting downwards. So Ri plus Rb, again what are the forces acting downwards? Or 80 kilonewton താഴെ ഉണ്ട്. Then there is this triangular load അല്ലേ. ഇങ്ങനെ ഒരു triangular load താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. So you have 80 kilonewton and in addition you have a triangular load 40. So ആ triangular loadന്റെ resultant load എത്രയായിരിക്കും? So 40 ഇവിടെ, 0 ഇവിടെ, 3 meter ഡിസ്റ്റൻസ്. നമുക്കറിയാം ട്രയാങ്കിളിന്റെ ഏരിയ ആയിരിക്കും അവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ്. നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. സോ ടോട്ടൽ ലോഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 40. അതല്ല ഇവിടെ എഴുതിയേക്കുന്നത്, ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 40 വിച്ച് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്, ദെർഫോർ ഇറ്റ് ഈസ് നെഗറ്റീവ്. ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 40 അതാണ് ഈ ട്രയാങ്കിൾ കൊണ്ടുണ്ടാകുന്ന ലോഡ്. ഓക്കെ ആണല്ലോ. അടുത്തത് ഡി. സോ ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന 80 kilonewton ആണ്. ദാറ്റ് ഈസ് ഓൾസോ ആക്ടിങ് ഡൗൺവേർഡ്. സോ -80 എന്ന് കിട്ടി. സോ ട്രയാങ്കിൾ കൊണ്ട് ഹാഫ് ബി എച്ച് എടുത്തു. Again a point load 80 കിട്ടി. So your first equation is Ra plus Rb is equal to 140 എന്ന് കിട്ടി. Ra plus Rb is equal to 140. This is your first equation. Now second condition is sigma mb is equal to 0. Take any point and you take the moment. So I am taking sigma mb is equal to 0. Moment about point b is equal to 0. So ഇതിലെ ഓരോ ഫോഴ്സ് കൊണ്ട് ബി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള മൊമെന്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണം. So first take a clockwise moments positive. So I will get positive Ra into 6 അല്ലേ. Ra into 6. So Ra into 6 due to this. Again ഈ ട്രയാങ്കിൾ എടുത്താൽ ട്രയാങ്കിളിന്റെ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ ഹാഫ് ബി എച്ച് ആണ്. ഹാഫ് ഇൻറ്റു 40 ഇൻറ്റു 3. ഈ ലോഡ് എവിടെ ആക്ട് ചെയ്യുക? ഈ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡിലാണെന്ന് നമുക്കറിയാം. ഈ ലോഡ് ആക്ട് ചെയ്യുന്ന ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് ആണ്. ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഈ വെർട്ടെക്സിൽ നിന്ന് 2h/3 ആയിരിക്കും. അതിന്റെ ബേസിൽ നിന്ന്, അതായത് ബേസിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് പോർഷൻ ഇല്ലേ, അവിടെ നിന്ന് h/3 ആയിരിക്കും. ഇങ്ങനെ കൂർത്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് 2h/3 ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത്. സോ സംവെയർ ഹിയർ ആണ് ഇതിന്റെ റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്നത്. ഹാഫ് 40 ഇൻറ്റു 3 എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ദിസ് ഡിസ്റ്റൻസ് ഫ്രം സി എത്രയാ? 3/3, അതായത് 1 മീറ്റർ ആയിരിക്കും. ഇവിടെ നിന്ന് 3/3 ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ഹാഫ് ബി എച്ച് എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 40 and this force is acting at a distance 1 meter from here. അതായത് 3/3 plus 3. നമ്മൾ ബി എന്ന് പറഞ്ഞ പോയിന്റിലോട്ടാണ് മൊമെന്റ് എടുക്കുന്നത്. സോ ഓൾറെഡി ദർ ഇസ് എ 3 ഡിസ്റ്റൻസ്, 3 മീറ്റർ ബിയിലോട്ടുണ്ട് ഈ സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന്. പ്ലസ് സിന്ന് എത്ര ദൂരത്തിലാണ് ഇതിന്റെ റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്നത്? ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇതിന്റെ സി ജിയിലാണെന്ന് നമുക്കറിയാം. ഇതിന്റെ സി ജി എവിടുന്ന് ആക്ട് ചെയ്യുക? സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് h/3. h/3 എന്ന് പറഞ്ഞാൽ 3/3. സോ 1. സോ ദാറ്റ് ഈസ് ദിസ് 3/3. The 3 here is nothing but 1.5 plus 1.5. So B ലോട്ടാണ് മൊമെന്റ് എടുക്കുന്നത്. So it is 3 plus 1. So you got half BH into 3 plus 3/3 is the moment due to this triangular load. So Ra into 6 എടുത്തു, triangular load എടുത്തു, ബാക്കിയുള്ളത് എന്താ 80 അല്ലേ. 80 into 1.5.
80 into 1.5. B ലോഡ് എടുക്കുമ്പോൾ 80 into 1.5. നമുക്കറിയാം ഈ രണ്ട് സാധനവും ആന്റി ക്ലോക്ക് വൈസ് ആണ്, ഇത് ക്ലോക്ക് വൈസ് ആണ്. So these are negative and I took the first one as positive. You will get the value of RA as 60 kilonewton. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് RA വാല്യൂ കിട്ടും, that is 60 kilonewton. Next, substitute 2 in 1, you will get the value of RB as 80 kilonewton. So RA 60 ആണ്, RB 80 kilonewton. First step, find the reactions. So let us start drawing shear force and bending moment diagram. So first step എന്താ, നമ്മൾ 3 sections ആയിട്ട് തിരിക്കണം. So AC, CD, DB 3 section എടുത്തു. AC, CD, DB എന്ന് പറഞ്ഞ 3 section ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. So നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. So take portion AC. പോർഷൻ എ സി എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ഈസ് ബിറ്റ്വീൻ എ ആൻഡ് സി. സെക്ഷൻ 1 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ സെക്ഷൻ 1 എന്ന് പറഞ്ഞാൽ എ തൊട്ട് സി വരെ മാത്രമേ മൂവ് ചെയ്യുള്ളൂ. സോ ഡിസ്റ്റൻസ് എക്സ് ഈസ് ബിറ്റ്വീൻ എ ആൻഡ് സി നൗ ആൻഡ് ദാറ്റ് ഈസ് ടേക്കൺ ടു സെക്ഷൻ 1. സെക്ഷൻ 1ലേക്ക് എ എന്ന് പറഞ്ഞ എൻട്രി എന്നുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. ഈ 1 എന്ന് പറഞ്ഞ സെക്ഷൻ എ തൊട്ട് സി വരെ എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കും. സോ സെക്ഷൻ 1 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അത് എ സിന്റെ ഇടയ്ക്കാണ്. ആ സെക്ഷനിലോട്ടുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്. ഇത്രയും ഓർത്തു. ഇത് നമുക്കറിയാം, ഇതൊരു UVL ആണ് അല്ലെ, യൂണിഫോംലി വേരിയിങ് ലോഡ് ആണ്. യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആണ്, ഇവിടെ 40 ആണ്, അതിന്റെ ഇടയ്ക്ക് ഇത് ഇൻക്രീസ് ചെയ്ത് വരുന്നു. ഇവിടെ 40 ആണോ, യെസ്, 0 to 40 ആൻഡ് ഇതിന്റെ ഇടയ്ക്ക് ഇത് ഇൻക്രീസ് ചെയ്ത് വരുന്നു. അപ്പൊ ഈ സെക്ഷൻ എക്സ് എടുക്കുമ്പോൾ വാട്ട് വിൽ ബി ദ ഇന്റൻസിറ്റി നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. നമ്മൾ കാന്റിലിവറിന്റെ ജനറൽ കണ്ടീഷൻ ചെയ്തപ്പോൾ പറഞ്ഞതാണ്. സോ 0 തൊട്ട് 40 വരെയാണ്. അപ്പൊ ഈ സെക്ഷനിൽ എത്രയാണ് ഫോഴ്സ് എന്ന് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്താ, സിമിലർ ട്രയാങ്കിൾ ഉപയോഗിക്കാം അല്ലെ. 40/3 is equal to നമ്മൾ കണ്ടുപിടിക്കേണ്ട വാല്യൂ ബൈ എക്സ്. സോ നമ്മൾ കണ്ടുപിടിക്കേണ്ട വാല്യൂ നമുക്ക് കിട്ടും, ഇറ്റ് ഈസ് 40x/3. സോ 40/3 is equal to this W by x. So our W will be 40x/3 എന്ന് നമുക്ക് കിട്ടും. This is a load intensity as section 1. So ഈ UVLന്റെ സെക്ഷൻ 1 എടുത്തു കഴിയുമ്പോൾ അവിടുത്തെ ലോഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 40x/3 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ യൂഷ്വൽ പ്രൊസീജിയർ ആണ് ഷിയർ ഫോഴ്സ്. ഈ സെക്ഷൻ XXL ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. വാട്ട് വിൽ ബി ദ ഷിയർ ഫോഴ്സ് ഹിയർ. ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷൻ എടുത്തു, നമ്മൾ റൈറ്റ് സൈഡ് മൊത്തത്തിൽ മറക്കുന്നു, ലെഫ്റ്റ് സൈഡ് മാത്രം എടുത്താൽ വാട്ട് ആർ ദ റിസൾട്ടന്റ് ഫോഴ്സസ് ആക്ടിങ് ഓവർ ദർ. സോ 60 upwards and this triangular load downwards. So 60 minus ഈ ട്രയാങ്കുലർ ലോഡ് എത്രയായിരിക്കും, ഹാഫ് BH അല്ലേ. ഹാഫ് ഇൻറ്റു H എന്ന് പറഞ്ഞാൽ 40x/3, ഈ ഹൈറ്റ് ഹാഫ് ഇൻറ്റു 40x/3 ഇൻറ്റു എക്സ് അല്ലേ. ഹാഫ് ഈ ഡിസ്റ്റൻസ് എക്സ് ആണ്, ഹാഫ് എക്സ് ഇൻറ്റു ദിസ് ഹൈറ്റ് 40x/3 ആക്ടിങ് ഡൗൺവേർഡ്. സോ യു ഹാവ് 60 മൈനസ് ഹാഫ് ഇൻറ്റു 40x/3 into x acting downward. So your resultant shear force is nothing but 60 minus half into 40x²/3 അല്ലെങ്കിൽ 40x²/6 എന്ന് എഴുതാം. 60 minus 40x²/6 നമ്മൾ എഴുതിയെന്ന് വിചാരിക്കും. So that is your shear force at x. So shear force AC എന്ന് പറഞ്ഞ സ്പാൻ എടുക്കുമ്പോൾ x എന്ന് പറഞ്ഞ സെക്ഷനിലുള്ള x എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലുള്ള സെക്ഷൻ 1ന്റെ shear force എന്ന് പറയുന്നത് 60 minus half into 40x²/3 ആണ്. Now let's take the silent points A യും C യും ആണ് അല്ലേ. At point A, now you have to find the sign. Again, ഈ ഒരു സെക്ഷൻ എടുത്താൽ ഈ 60 ആയിരിക്കും എപ്പോഴും കൂടുതൽ. So 60, ഈ ഒരു 60 minus some force downwards, the resultant will always be up. So ഈ സെക്ഷൻ വെച്ച് നോക്കിയാൽ left side is moving up, that means right side is down. Right side down is positive shear. You know the sign convention. Now right side down positive shear ആണ്. Let's substitute for x values. X is equal to 0. X 0 ആകുമ്പോൾ A എന്ന് പറഞ്ഞ പോയിന്റ് ആയി. ഇതിൽ x 0 കൊടുത്തു കഴിഞ്ഞാൽ you will get 60 kilonewton അല്ലേ. ഈ ഒരു ടേം അപ്പാടെ ക്യാൻസൽ ആയി പോകും. x 0 കൊടുത്തു കഴിഞ്ഞാൽ you have 60 kilonewton force here, which is the shear force at A. Now shear force at C you want. Shear force at C എന്ന് പറഞ്ഞാൽ C is acting at a distance 3 meter. So x എന്ന് പറഞ്ഞാൽ 3 meter ആവും. Substitute x as 3 in this equation. So 60 minus 40 into 3²/3. So 60 minus 40 into 3²/3. 3യും 3യും ക്യാൻസൽ ആയിപ്പോയി അല്ലേ. 3യും 3യും ക്യാൻസൽ ആയിപ്പോയി. ഇവിടെ 20 വരും. 20 into 3 60 ആവും. 60 minus 60 is nothing but 0. That means at point C your bending moment is 0. Point Aയിൽ 60 kilonewton ആണ്. Point Cയിൽ 0. Sorry, bending moment അല്ല, shear force 60 kilonewton ആണ് shear force Aയിൽ. Cയിൽ 0 ആണ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന സെക്ഷൻ 2 എന്ന് പറയുന്നത്
ഈ സെക്ഷൻ അല്ല, ഞാൻ റൈറ്റ് സൈഡിലോട്ട് പോവാം. ഓക്കെ, അതിന് മുന്നേ നമുക്ക് ഇതൊന്ന് വരയ്ക്കാം. 60 ഇവിടെ 0 അല്ലേ, ഇവിടെ 60 ആണ് എയിൽ, ഇവിടെ 0 ആണ്. ഇത് തമ്മിൽ ജോയിൻ ചെയ്തൊരു ലൈൻ വരയ്ക്കണം. ആ ജോയിൻ ചെയ്ത ലൈനിന്റെ കർവ് എങ്ങനെയായിരിക്കണം എന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? യു വി എൽ ആണ്. യു വി എൽ ആണെങ്കിൽ പാരാബോള ആവണം. കാരണം എന്താ, ഇവിടെ നോക്കിയേ, എക്സ് സ്ക്വയർ ടേം ഉണ്ട്, എക്സിന്റെ പവർ 2 ആണ്. സോ ഒരു പാരാബോള ആയിരിക്കണം. ഇനി ഇതിന്റെ ഷേപ്പ് വേണം. ഷേപ്പ് അറിയണമെങ്കിൽ നമ്മൾ ലോഡിംഗ് ഡയഗ്രം നോക്കണം അല്ലെ. ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ലോഡാണ്. സോ ഇവിടെ മാക്സിമം ലോഡ് 40, ഇവിടെ 0 ലോഡ്. സോ 0 ലോഡുള്ള സ്ഥലത്ത് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ സ്ലോപ്പ് 0 ആയിരിക്കണം. മാക്സിമം ലോഡുള്ള സ്ഥലത്ത് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ സ്ലോപ്പ് മാക്സിമം ആയിരിക്കണം. സോ അങ്ങനെ ഒരു കർവ് വരച്ചാൽ ഇങ്ങനെ വരും. ഇവിടെ മാക്സിമം സ്ലോപ്പ്, ഇവിടെ ഓൾമോസ്റ്റ് 0 സ്ലോപ്പ്. ഇവിടെ 0 സ്ലോപ്പ് വരണം, ഇവിടെ മാക്സിമം സ്ലോപ്പ് വരണം. ദിസ് ഈസ് യുവർ കർവ് കണക്ടിങ് ദീസ് 2 പോയിന്റ്സ് ആൻഡ് ദിസ് ഈസ് യുവർ ഷിയർ ഫോഴ്സ് ഡയഗ്രം ഫോർ സ്പാൻ AC. ഇത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന സ്പാൻ BD ആണ്. കാരണം ഇവിടെ ഈ സെക്ഷൻ എടുത്ത് ഞാൻ സെക്ഷൻ 2 എടുത്താൽ എനിക്ക് ഈ ട്രയാങ്കിളിനോട് പിന്നെയും കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേഷൻ കുറച്ചുകൂടെ ഹെക്ടിക് ആണ്. അപ്പൊ ഞാൻ അതിനെ മറന്ന് ഇനി ബി എന്ന് പറഞ്ഞ പോയിന്റിന് ഇങ്ങോട്ട് വരാം. സോ ബിന്ന് ഇങ്ങോട്ട് വന്നാൽ എന്റെ സെക്ഷൻ 2 എന്ന് പറയുന്നത് എൻഡ് ബിന്ന് എക്സ് ഡിസ്റ്റൻസ് ഇപ്പുറത്താണ്. എൻഡ് ബിന്ന് എക്സ് ഡിസ്റ്റൻസ് ഇപ്പുറത്താണ് സെക്ഷൻ 2 എന്ന് പറയുന്ന സെക്ഷൻ. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ വാട്ട് ഈസ് എ ഷിയർ ഫോഴ്സ് അറ്റ് എക്സ്? What is the shear force at x? Only one force, that is 80 kilonewton acting upwards. Alle? So your shear force is 80 kilonewton. What will be the sign? Okay, ഈ ഒരു സെക്ഷൻ 2 എടുത്തു, അതിന്റെ ലെഫ്റ്റ് സൈഡ് മൊത്തം മറന്നു, നമുക്ക് റൈറ്റ് സൈഡിൽ 80 kilonewton acting upwards. സോ ഈ ഒരു സെക്ഷൻ അത് മുകളിലോട്ട് വരും. റൈറ്റ് സൈഡ് അപ്പ്, റൈറ്റ് സൈഡ് അപ്പ് റൺ, ഇറ്റ് ഈസ് നെഗറ്റീവ് അല്ലെ. റൈറ്റ് അപ്പ് ഈസ് നെഗറ്റീവ് ഷിയർ. സോ നിങ്ങളുടെ ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് എന്ന് പറയുന്ന 80 kilonewton ആണ്. അത് നെഗറ്റീവ് ആണെന്ന് നമുക്ക് കിട്ടി. Now you have to find at B and D. B എന്ന് പറഞ്ഞാൽ x is equal to 0. x is equal to 0 ആയാലും x is equal to 1.5 ആയാലും ഷിയർ ഫോഴ്സിന് ചേഞ്ച് ഇല്ല. കാരണം ഈ ഇക്വേഷനിൽ x എന്ന് പറഞ്ഞൊരു വാല്യൂ ഇല്ല. So it is 80 kilonewton. At D, if you come to D, again x is equal to 1.5, no change. It is 80 kilonewton. So 80 kilonewton ആണ് BD എന്ന് പറഞ്ഞ സ്പാനിലെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് നെഗറ്റീവ് ഷിയർ ആണ്. അപ്പൊ നമുക്ക് വരയ്ക്കണം. സോ B എന്ന് പറഞ്ഞ പോയിന്റിൽ -80 അല്ലെ, രണ്ടും നെഗറ്റീവ് ഷിയർ ആണ്. സോ -80 ആണ് വാല്യൂ വരിക. സോ ഇത് താഴോട്ട് ആക്ട് ചെയ്യും അല്ലെ, താഴോട്ട് വരുന്നു 80. അഗൈൻ ഈ പോയിന്റ് എടുത്താലും 80. സോ യു ജോയിൻ ബൈ എ സ്ട്രേറ്റ് ലൈൻ. ദിസ് ഈസ് യുവർ ഷിയർ ഫോഴ്സ് ഡയഗ്രം ഫോർ ദിസ് സ്പാൻ. ഓക്കെ, നൗ പോർഷൻ CD, ഇതിന്റെ ഇടയ്ക്കുള്ള പോർഷൻ CD എടുക്കും. ഞാൻ ഇവിടെ നിന്ന് എടുക്കാത്തതിന്റെ കാരണം ട്രയാങ്കിൾ ഒഴിവാക്കാനാണ്. സോ ഇവിടെ നിന്ന് എടുത്തു പോർഷൻ 3. ഇനി എക്സ് എന്ന് പറയുന്നത് ബി എന്ന് പറഞ്ഞ പോയിന്റ് നിന്നുള്ള ഡിസ്റ്റൻസ് ആ എ എന്നല്ല, ബി എന്ന് പറഞ്ഞ പോയിന്റ് എന്നാ. സോ ഈ സെക്ഷൻ എടുത്തു, അതിന് ലെഫ്റ്റ് സൈഡ് മൊത്തം മറന്നു, എനിക്ക് റൈറ്റ് സൈഡ് മാത്രമേ ഉള്ളൂ. അവിടെ രണ്ട് ഫോഴ്സ് ഉണ്ട്, ഒരു 80 kilonewton അപ്വേർഡ്സ്, ഒരു 80 kilonewton ഡൗൺവേർഡ്സ് അല്ലെ. 80 kilonewton അപ്വേർഡ്സ്, 80 kilonewton ഡൗൺവേർഡ്സ്. സോ ദ റിസൾട്ടന്റ് ഫോഴ്സ് ഈസ് 80 minus 80, which is 0. 80 minus 80 is 0. അത് ആ സെക്ഷനിൽ ഏതൊരു പോയിന്റ് എടുത്താലും, സിന്റെയും ഡിന്റെ ഇടയ്ക്കും ഏതൊരു പോയിന്റ് എടുത്താലും it will be 0 അല്ലെ. വേറൊരു ഫോഴ്സും ഇല്ല, എക്സ് എന്ന് പറഞ്ഞ ടേം ഇല്ല. സോ അറ്റ് ഡി the value of shear force is 0. At C the value of shear force is 0 അല്ലെ. എക്സ് എന്ന് പറഞ്ഞ ടേം ഒന്നും ഇല്ല. സോ everywhere it is 0. So 0 0 and this is your shear force diagram. ഇവിടെ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, ഇവിടെ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും, 80 and 60. This is your shear force diagram for the figure shown here. Okay, ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രം ഈ UVL ഉള്ള സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ. നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കാം. സോ ഷിയർ ഫോഴ്സ് ഡയഗ്രം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം അഗൈൻ സെയിം സ്റ്റെപ്സ്, സെയിം സെക്ഷൻസ്. സോ ആദ്യത്തെ സെക്ഷൻ 1 ബിറ്റ്വീൻ A and C, ഡിസ്റ്റൻസ് എക്സിൽ. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ അല്ലേ. സോ ഈ ലോഡ് നമുക്കറിയാം, ഈ ഒരു പോർഷൻ എടുത്തു, ഇതിന്റെ റൈറ്റ് സൈഡ് മൊത്തം മറന്നു, നമുക്കിപ്പോൾ ഈ ചെറിയ ട്രയാങ്കിൾ എക്സ് ഡിസ്റ്റൻസിലുള്ള ചെറിയ ട്രയാങ്കിൾ മാത്രമേ ഉള്ളൂ, 60 ഉണ്ട്. So what will be the moment? 60 into x acting as clockwise moment. പിന്നെ half into 40x/3. ഇവിടെ 40x/3 അല്ലേ. half into 40x/3 into x. അതിന്റെ അർത്ഥം എന്താ? 40x²/6 ആണ് ഈ ലോഡ്. ആക്ടിങ് അറ്റ് x/3 ഫ്രം ദിസ് സൈഡ് അല്ലെ. വണ്ണിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്താ? ഇതിന്റെ CGയിലായിരിക്കും ഇതിന്റെ ടോട്ടൽ ലോഡ് ആക്ട് ചെയ്യുക. സോ വാട്ട് വിൽ ബി ദ ഡിസ്റ്റൻസ്? x/3 അല്ലെ. നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 60 into x clockwise. Again you have half into 40x²/3. half 40x/3 into x. അതാണ് ഈ half 40x.
സ്ക്വയർ ബൈ 3 എന്ന് പറഞ്ഞാൽ അതായത് ഈ ഒരു ട്രയാങ്കിളുടെ ടോട്ടൽ ലോഡ് 1/2 × 40x സ്ക്വയർ ബൈ 3. അത് എവിടെ ആക്ട് ചെയ്യുക? ഇതിന്റെ സെൻട്രോയിഡ്. സോ 1 ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ആണ്, ദാറ്റ് ഈസ് x by 3. So your bending moment equation is 60x minus 20x cube by 9. 60x minus 20x cube by 9. ഇതാണ് നിങ്ങളുടെ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ രണ്ട് പോയിന്റിൽ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സിന് റെപ്രസെന്റേറ്റീവ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ? അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു, ഇനി ഇത് സാഗിങ് മൊമെന്റ് ആയിരിക്കും, നിങ്ങൾക്ക് ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാം. രണ്ട് സിംപ്ലി സപ്പോർട്ടഡ് പോകുമ്പോൾ ലോഡൊക്കെ താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്, അത് സാഗ് ചെയ്യുള്ളൂ. സോ ഇറ്റ് ഈസ് സാഗിങ് മൊമെന്റ് പോസിറ്റീവ്. നൗ അറ്റ് പോയിന്റ് എ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു 0, അറ്റ് പോയിന്റ് എ എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കണം. പോയിന്റ് എ എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ രണ്ട് സ്ഥലത്ത് എക്സിന്റെ ടേം ഉണ്ട്. എക്സ് 0 കൊടുത്താൽ അതിന്റെ അർത്ഥം ആൻസർ വിൽ ബി 0 അല്ലെ? ഈ ഇക്വേഷനിൽ എക്സിന് 0 കൊടുത്താൽ 0 തന്നെയായിരിക്കും ബെൻഡിങ് മൊമെന്റ് അറ്റ് എ എന്ന് പറയുന്നത്. So what is the bending moment at C? Bending moment at C എന്ന് പറഞ്ഞാൽ എക്സിന് പകരം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെ? എക്സിന് പകരം ഈ ഇക്വേഷനിൽ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 60 × 3 minus 20 × 3 cube by 9. So 60 × 3 minus 20 × 3 cube by 9, you will get the answer as 120 kilonewton meter. So ഈ ഇക്വേഷനിൽ ജസ്റ്റ് എക്സിന് പകരം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സി എന്ന് പറഞ്ഞ പോയിന്റിൽ ബെൻഡിങ് മൊമെന്റ് കിട്ടി. സോ നമ്മൾ ഒന്നാമത്തെ പോർഷൻ കഴിഞ്ഞു. അവിടുത്തെ പ്ലോട്ട് ചെയ്യാം. ബേസ് ലൈൻ ഞാൻ വരച്ചു. അറ്റ് സാഗിങ് ആണ്, പോസിറ്റീവ് മൊമെന്റ്സ് ആയിരിക്കും അല്ലെ? അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 ഇറ്റ് ഈസ് 0. അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 3 അതായത് പോയിന്റ് സിയിൽ ഇറ്റ് ഈസ് 120. ഇനി ഇതിന് ജോയിൻ ചെയ്ത് കർവ് വരയ്ക്കണം. എങ്ങനത്തെ കർവാണ് വേണ്ടത് നോക്കിക്കേ. ഈ ഇക്വേഷനിൽ എക്സിന്റെ പവർ എന്താ? ക്യൂബ് ആണല്ലേ? എക്സിന്റെ പവർ ക്യൂബ് ആവുമ്പോൾ ക്യൂബിക് പാരാബോള ആയിരിക്കും നമ്മൾ വരയ്ക്കുക. എക്സിന്റെ പവർ ക്യൂബ് ആവുമ്പോൾ ക്യൂബിക് പാരാബോള. യു വി എൽ ആണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ആയാലും ക്യൂബിക് പാരാബോള ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. ഇനി ആ കർവിന്റെ ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിന്റെ ഷേപ്പ് നോക്കണം അല്ലെ? ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഷേപ്പ്, ഷിയർ ഫോഴ്സിന്റെ വാല്യൂസ് നോക്കണം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ സ്ലോപ്പ് ആണ് ഷിയർ ഫോഴ്സ്, നമുക്കറിയാം. ഡി എം ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഷിയർ ഫോഴ്സ് ആണ്. സോ അറ്റ് ദിസ് പോയിന്റ് അല്ലെ, എ എന്ന് പറയുന്ന പോയിന്റിൽ ഷിയർ ഫോഴ്സ് മാക്സിമം ആണ്. ദാറ്റ് മീൻസ് സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഷുഡ് ബി മാക്സിമം. ഇനി സി എന്ന് പറയുന്ന പോയിന്റിൽ ഷിയർ ഫോഴ്സ് 0 ആണ്. ദാറ്റ് മീൻസ് സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഷുഡ് ബി 0. ഇവിടെ സ്ലോപ്പ് 0 ആയിരിക്കണം, ഇവിടെ സ്ലോപ്പ് മാക്സിമം ആയിരിക്കണം. അപ്പോൾ കർവ് എങ്ങനെയായിരിക്കും? ഇങ്ങനെ ആയിരിക്കും അല്ലെ? ഇവിടെ ഏകദേശം 0 സ്ലോപ്പ്, ഇവിടെ മാക്സിമം സ്ലോപ്പ്. ദിസ് ഈസ് യുവർ കർവ് ആൻഡ് ദിസ് ഈസ് യുവർ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഫോർ ദിസ് പെർട്ടിക്കുലർ സ്പാൻ. എ സി എന്ന് പറയുന്ന സ്പാനിലെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് അങ്ങനെയായിരിക്കും, വിച്ച് ഇസ് പോസിറ്റീവ്. അടുത്ത പോർഷൻ ബി ഡി നമ്മൾ എടുത്തു. പോർഷൻ ബി ഡി എടുത്താൽ അവിടുത്തെ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ ഓൺലി 80 അല്ലേ? സോ 80 × x, 80 × x ആണ് അവിടുത്തെ മൊമെന്റ് അല്ലേ? ഇറ്റ് ഈസ് അഗെയിൻ എ സാഗിങ് മൊമെന്റ് വിച്ച് ഈസ് പോസിറ്റീവ്. നമുക്ക് രണ്ട് പെർട്ടിക്കുലർ പോയിന്റ്സിലെ വേണം. അറ്റ് ബി എന്ന് പറഞ്ഞാൽ x 0 ആകുമ്പോൾ 80x 0. ഓക്കെ, x 0 ആണെങ്കിൽ 80x 0. നൗ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി, എക്സ് ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി എന്ന് പറഞ്ഞാൽ x ഈസ് അറ്റ് 1.5 അല്ലേ? അപ്പൊ ഇവിടെ 1.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 80 × 1.5 യു വിൽ ഗെറ്റ് ദ ആൻസർ as 120. 80 × 1.5 is 120. So at point D it is again 120 kilonewton meter. So ഇവിടെ 0 ആണ്. At point B it is 0. നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. പോയിന്റ് ബിയിൽ 0 ആണ്, പോയിന്റ് ഡിയിൽ 120 ആണ്. ഇനി ഇത് നമ്മൾ ജോയിൻ ചെയ്യണം. ഇത് നമ്മൾ ജോയിൻ ചെയ്യേണ്ട പാരാബോള അല്ല. കാരണം എന്താ? ഇവിടെ പോയിന്റ് ലോഡ്സ് ആണ് എല്ലാം ഉള്ളത്. ഇക്വേഷനിലുള്ളത് എക്സ് ആണ്. എക്സിന്റെ പവർ 1 ആണ്. ജോയിൻ ബൈ എ സ്ട്രേറ്റ് ലൈൻ അല്ലെ? ജോയിൻ ബൈ എ സ്ട്രേറ്റ് ലൈൻ. ദിസ് ഈസ് യുവർ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കും. നൗ ദ ലാസ്റ്റ് വൺ ഈസ് പോർഷൻ സി ഡി. പോർഷൻ സി ഡി എടുത്തു കഴിഞ്ഞാൽ ബി ഈസ് ടേക്കൺ ഫ്രം ബി. എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എടുക്കുന്നത് പോയിന്റ് ബി എന്നാണ്. ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് എന്ന് പറയുന്നത് രണ്ട് ഫോഴ്സ് നമുക്കുണ്ട്. 80 ഉണ്ട്, അനദർ 80 ഉണ്ട്. അതുകൊണ്ടുള്ള മൊമെന്റ്സ് കണ്ടുപിടിക്കണം അല്ലെ? സോ 80 × x minus 80 × x minus 1.5. So 80 × x anti-clockwise, 80 × x minus 1.5. So I am taking anti-clockwise here positive, the other one is negative. So clockwise negative, anti-clockwise positive. So ഇത് നിങ്ങൾ കാൽക്കുലേഷൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏതും എടുക്കാം, പക്ഷെ രണ്ടും ഒരേ സൈൻ കൊടുക്കരുതെന്നേ ഉള്ളൂ. ആൻഡ് ദാറ്റ് സൈൻ ഡസന്റ് മാറ്റർ ഫോർ ദ സൈൻ ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇവിടെ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 80 × x എടുത്തു. 80 × x ഇങ്ങോട്ട് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്
80 into x minus 1.5. 80 into x minus 1.5 കിട്ടാനുള്ള കാരണം എന്താ? B ന്ന് 3 എന്ന് പറയുന്ന സെക്ഷൻ x ഡിസ്റ്റൻസിലാണ്. നമുക്ക് വേണ്ടത് ഈ ചെറിയ ഡിസ്റ്റൻസ് ആണ് അല്ലെ, D തൊട്ട് ഈ സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ഇവിടം തൊട്ട് ഇവിടം വരെ x ആണ്, ഇവിടം തൊട്ട് ഇവിടം വരെ 1.5 ആണ്. സോ x minus 1.5. 80x minus 80 into x minus 1.5. It is a sacking moment. So at x is equal to 1.5, we will get D. അല്ലെ, x 1.5 ആകുമ്പോൾ D എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. സോ 80 into 1.5. Again, ഇവിടെ 1.5 minus 1.5 0 ആവും. ഈ ടേം മൊത്തത്തിൽ ക്യാൻസൽ ആവും. സോ യു വിൽ ജസ്റ്റ് ഹാവ് 80 into 1.5, which is 120. നമ്മൾ പറഞ്ഞിരുന്നു ഒരു പോയിന്റ് ഡിയിൽ സെയിം മൊമെന്റ് ആയിരിക്കും നമുക്ക് കിട്ടേണ്ടത്. സോ 120 നമുക്ക് കിട്ടി. Now, bending moment at point C. Point C എന്ന് പറഞ്ഞാൽ x will reach 3 അല്ലെ, 1.5 plus 1.5 x 3 ആണ്. So what will be the value? 80 into 3 minus 80 into 3 minus 1.5. So 80 into 1.5. 80 into 3 minus 80 into 1.5. Again you will get 120 kilonewton per meter. ഇവിടെ നമുക്ക് സിയിൽ 120 അല്ലേ കിട്ടിയേ, ഇവിടെയും സിയിൽ 120 ആണ്. സോ രണ്ട് സ്പാനിങ് എടുക്കുന്നത് 120 kilonewton per meter ആണ്. So you both 120, so you can just join by a straight line, and this is your bending moment diagram. Okay, so ഇങ്ങനെയാണ് ഒരു UVLന്റെ കേസിൽ നമ്മൾ ഷിയർ ഫോഴ്സ് ഓർ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ചുകൂടെ പ്രോബ്ലം ചെയ്യും. So you will get more clarity on drawing shear force diagram and bending moment diagram, and with next class we will stop this session. Bye.